സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസത്തിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരുടെയും അവകാശമാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ആവശ്യമാണ്. അതുകൊണ്ടാണ് കുമാരനാശാൻ പാടിയത്, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ പറയുകയാണ്, ജീവിതമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, അതൊരു വലിയ അമൃതമാണ്. അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മരണത്തേക്കാൾ ഭയാനകമാണ് എന്നാണ് അദ്ദേഹം പാടിയത്. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ലോക ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ മിക്ക രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ അടിമത്തത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. ഓരോ അടിമത്തം തീരുമ്പോഴും മറ്റൊരടിമത്തത്തിലേക്ക് രാജ്യങ്ങൾ വഴുതി വീഴുന്നു. അത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ കാര്യവും ഇതിൽ നിന്ന് വിഭിന്നമല്ല. ദീർഘവർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രം നോക്കുമ്പോൾ മറ്റനേക സാമ്രാജ്യങ്ങളുടെ അടിമത്തത്തിന് കീഴിൽ ഇന്ത്യ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അവസാനമെന്നോണം ഇന്ത്യയെ ഭരിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ക്രൂരമായ മുഖം പലപ്പോഴും ഇന്ത്യ കണ്ടു. നമ്മുടെ സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ആജ്ഞാനുവർത്തികളായി നാം മാറി. നമ്മുടെ രാജ്യത്തേക്ക് വന്ന് നമ്മെ അടക്കി ഭരിക്കുകയും നമ്മുടെ സമ്പത്തെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് സുലഭമായി കിട്ടുന്ന ഏറ്റവും നിസ്സാരമായ ഉപ്പിന് പോലും നികുതി കൊടുക്കേണ്ടുന്ന ഗതികേട് നമ്മുടെ രാജ്യത്തുണ്ടായി എന്ന് പറയുമ്പോൾ ഒരടിമത്തത്തിൻ്റെ ഭയാനകത എത്രമാത്രം വലുതാണെന്ന് ചിന്തിക്കുവാൻ സാധിക്കും. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എത്രയോ പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ബ്രിട്ടീഷുകാർക്കെതിരായുണ്ടായ അനേക കലാപങ്ങളെ അടിച്ചൊതുക്കിയത് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന പോലീസിനെ ഉപയോഗിച്ച് തന്നെയാണ് എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു വശമാണ്. എന്തൊക്കെയായിരുന്നാലും 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായി. അടിമത്തത്തിൻ്റെ രാത്രി അവസാനിച്ചു, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതം ആരംഭിച്ചു. ഇതൊരു രാജ്യത്തിൻ്റെ ചരിത്രമാണെങ്കിലും ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തോട് ഇതിനെ തുലനപ്പെടുത്തുവാൻ സാധിക്കും. ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് പാപത്തിൻ്റെ ദാസനായിട്ടാണ്, പാപത്തിൻ്റെ അടിമയായി ജനിച്ചു വീഴുന്നു. കാരണം ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്തു. അതുകൊണ്ട് ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളായി തീർന്നു. ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും പാപത്തിൻ്റെ അടിമയായി ജനിക്കുന്നു. അതുകൊണ്ടാണ് വളരെ ചെറിയ കുട്ടികളിൽ പോലും അക്രമവാസനയുള്ളത്. 12 വയസ്സുള്ള കുട്ടി കൊലയാളിയാകുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. വളരെ ചെറിയ കുട്ടികൾ പോലും മാതാപിതാക്കളോട് അനുസരണമില്ലാത്തവരായി തീർന്നിരിക്കുന്നു. അധ്യാപകരെ ബഹുമാനിക്കാത്തവരോ അനുസരിക്കാത്തവരോ ആയി മാറുന്നു. മുതിർന്നു വരുന്തോറും അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുകയും വലിയ വലിയ അക്രമികളാകുകയും ചെയ്യുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപ് കുട്ടികൾക്ക് അധ്യാപകരെ ഭയമായിരുന്നു. അധ്യാപകരോട് ഒരു ബഹുമാനമുണ്ടായിരുന്നു, ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ നേരെ മറിച്ചാണ്. അധ്യാപകർ കുട്ടികളെ ഭയന്നാണ് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്നത്. കാരണം മിക്ക കലാലയങ്ങളിലും പഠിക്കുന്ന കുട്ടികൾ അധ്യാപകരെ കൊലവിളി നടത്തുന്നു. സമൂഹത്തിന് കൈമുതലായിരുന്ന സാൻമാർഗികതയും ധാർമ്മികതയും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ സ്ഥാനത്ത് ചതിവും വഞ്ചനയും കള്ളത്തരങ്ങളും ആവിർഭവിച്ചിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം? മനുഷ്യൻ പാപത്തിന് അടിമയാണ്. അവൻ ജനിക്കുന്നത് തന്നെ പാപിയായിട്ടാണ്. അവൻ്റെ ജന്മപാപവും അവൻ്റെ കർമ്മപാപവും അവനെ അടക്കി ഭരിക്കുന്നു. അങ്ങനെയുള്ള ഒരുവന് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ അനുവാദമില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ പലരും പലവിധ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയോ ദാനധർമാദികൾ ചെയ്യുകയോ മറ്റു വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ദൈവവചനം പറയുന്നത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനുള്ള ഏക വഴി ക്രിസ്തു യേശു മാത്രമാണ്. ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെന്ന് ദൈവമക്കളായി ജീവിപ്പാനും നിത്യത മുഴുവൻ കർത്താവിനോടുകൂടെ വസിക്കുവാനും ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവനാഥന്റെ വാക്കുകൾ അനുദിനം ശ്രവിപ്പാൻ കേൾക്കൂ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്.
നിത്യമാകും സ്വാതന്ത്ര്യം പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക്. നിത്യമാകും സന്തോഷം പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക്. നിത്യമാകും സന്തോഷം പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക്. പാപത്തിൽ നിന്നും മോചനം, രോഗത്തിൽ നിന്നും സൗഖ്യം. പാപത്തിൽ നിന്നും മോചനം, രോഗത്തിൽ നിന്നും സൗഖ്യം. ശത്രുവിൻ്റെ നുകത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം. ശത്രുവിൻ്റെ നുകത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം. ആകയാൽ ഞാൻ ഭാഗ്യവാൻ എന്നും ഓർത്തിടും നിന്ദയെ. ആകയാൽ ഞാൻ സന്തോഷവാൻ എന്നും ഘോഷിക്കും നിൻ സ്നേഹത്തെ. ആകയാൽ ഞാൻ സന്തോഷവാൻ എന്നും ഘോഷിക്കും നിൻ സ്നേഹത്തെ.